എല്ലാരും എന്നോട് ചോദിക്കണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എങ്ങനെ ഷിപ്പിൽ കയറാൻ പറ്റുമെന്ന്. അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ 10ാം ക്ലാസ് പാസ്സാവുക. 10ാം ക്ലാസ് പാസ്സാവാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് തോക്കാനാന്ന് തോന്നുന്നു പാട്. 10ാം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷൻ എങ്കിലും എന്റെ ഒരു ഇതിൽ +2 ഒക്കെ കഴിഞ്ഞിട്ട് പോണേക്ക് നല്ലത്. +2 ഒക്കെ വരെ പഠിച്ചിരിക്കണം നല്ലതാണല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ കുറെ പേര് എന്നോട് ചോദിച്ചു ഈ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തവർക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്. സെയിം തന്നെ ജീപ്പ് റെന്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കുക, അല്ലാണ്ട് വേറെ മാർഗമൊന്നും ഇല്ല അവർക്ക്. എന്തോന്നാലും 10ാം ക്ലാസ് ഒക്കെ പാസ്സാവണല്ലേ. അപ്പൊ മിനിമം ഒരു 60% മാർക്ക് കുറച്ച് പാസ്സാൻ വേണ്ടി നോക്കാം. കാരണം ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 60% പറയണത് ജോയിൻ ചെയ്യാനായിട്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോ നല്ലത് നോക്കി സെലക്ട് ചെയ്യുക. ഈ ഗോവ, ന്യൂസി, ആംഗ്ലോ ഗ്രേറ്റ്, പിന്നെ TS റോമാനിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നോക്കി സെലക്ട് ചെയ്യുക. പിന്നെ ഇതിന്റെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സ്പോൺസർഷിപ്പ് ഇല്ല. ഈ DNSഉം BSCയും പോലെ സ്പോൺസർഷിപ്പ് ഇല്ല. നമുക്ക് ആപ്പാടെ പറ്റുന്ന കാര്യം പ്ലേസ്മെന്റ് ആണ്. ഇപ്പൊ പഠിച്ചിറങ്ങിക്കാണ്ട് പഠിക്കുന്ന സമയം നല്ലപോലെ പഠിക്കുക. കാരണം 6 മാസത്തെ കോഴ്സാണ്. നല്ല രീതിയിൽ തന്നെ പഠിച്ചിറങ്ങിയിട്ട് ഏതെങ്കിലും കമ്പനി വന്ന് ഇന്റർവ്യൂ എടുത്ത് എക്സാം നടത്തി അങ്ങനെ കയറണതാണ് പ്രോപ്പർ ആയിട്ടുള്ള രീതി. പിന്നെ വേറെ മാർഗം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജന്റ് ത്രൂ കയറാൻ പറ്റും. അത് പിന്നെ കുറച്ച് റിസ്ക് ആണ്. കാരണം 1-2 ലക്ഷം രൂപ കൊടുത്തിട്ട് ചിലപ്പോ 1-2 3-4 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. എന്നിട്ട് ചിലപ്പോ അവരതായിട്ട് മുങ്ങും. നമുക്ക് ഷിപ്പിൽ ജോലി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം ഒട്ടുമിക്ക ഏജന്റുകളും തട്ടിപ്പാണ്. നല്ലവരുണ്ട്, ഇല്ലെന്നല്ല. എന്തോന്നാലും ഷിപ്പിൽ ജോയിൻ ചെയ്യണം ഒട്ടുമിക്ക ആൾക്കാർ ആരെങ്കിലൊക്കെ പറ്റിച്ചിട്ടുണ്ടാവും. ഞാൻ മിക്ക ഷിപ്പിലും ആരെങ്കിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ പറ്റിക്കപ്പെട്ട്. അപ്പൊ ഏജന്റൊക്കെ വഴി കയറണം, നോക്കി കയറുക, അത്രയും പറയുള്ളൂ. പിന്നെ നല്ല ഏജന്റുമാരുണ്ട്, പൈസ കൊടുത്ത് കയറ്റുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരെ എങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. പിന്നെന്താ, പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ജീപ്പ് റെന്റിംഗ് പഠിച്ചാൽ ഓഫീസറായിട്ടൊക്കെ കയറാൻ പറ്റൂട്ടാ. അത് ഞാൻ പിന്നെ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. ഇപ്പൊ 1.5 മിനിറ്റിൽ എല്ലാം കൂടി കൊള്ളിക്കാൻ വേണ്ടിയില്ല. ഓക്കെ, കോഴ്സ് നെയിം GP റേറ്റിംഗ് എലിജിബിലിറ്റി അടിയിൽ എവിടെയെങ്കിലും കൊടുക്കട്ടെ.